ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതി കുഞ്ഞിനെ പറ്റിയും ദേവിയെ പറ്റിയൊക്കെ ആനന്ദിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിനക്ക് നിൻ്റെ ഭാര്യയെ പറ്റിയും കൊച്ചിനെ പറ്റിയും ഒന്നും ഒരു ചിന്തയില്ലേ ആനന്ദ് എന്ന് ചോദിക്കുക. പിന്നെ എനിക്ക് എൻ്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റി ചിന്തയില്ലെന്നാണോ അമ്മ കരുതുന്നത് എന്നൊക്കെ ആനന്ദ് അപ്പോൾ ചോദിക്കുക. എനിക്ക് അവർ രണ്ടുപേരെ പറ്റി നല്ല കരുതലും സ്നേഹവും ഒക്കെ ഉണ്ട് എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പം ഗോമതി പറയും, നീ നിൻ്റെ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, നിനക്കറിയാൻ മേലാഞ്ഞിട്ടാ, നീ നിൻ്റെ കുഞ്ഞുമായിട്ട് സംസാരിക്കണം. അതെങ്ങനെയാ അമ്മേ എന്നപ്പോൾ ആനന്ദ് ചോദിക്കും. അതൊക്കെ പറ്റും കുഞ്ഞെ, ഈ സമയം വയറ്റിലിരുന്ന് എല്ലാം കേൾക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം നീ എല്ലാം കൊച്ചിനോട് സംസാരിക്കണം. നിൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ കുഞ്ഞുമായിട്ട് പങ്കുവെക്കണം. ജനിക്കുന്നതിന് മുന്നേ തന്നെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കുഞ്ഞിനൊരു ബോണ്ടിങ് ഉണ്ടാവും, അത് നീ ഉണ്ടാക്കിയെടുക്കണം. ദേവിയുടെ വയറ്റിലെ കുഞ്ഞെങ്കിലും നിൻ്റെ ഹൃദയത്തിൽ വേണം നീ ആ കുഞ്ഞിനെ 9 മാസം ചുമക്കാനുള്ള, മനസ്സിലായോ എന്നൊക്കെ ഗോമതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ഇപ്പം തന്നെ ദൃഢമാക്കണം. ഇതൊക്കെ ദേവിയുടെ മനസ്സിന് സന്തോഷം നൽകും. അതുമാത്രമല്ല നിൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ഇതൊക്കെ നന്മയെ ഉണ്ടാക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം ആനന്ദിന് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ ആനന്ദ് ഇങ്ങനെ മനസ്സ് ചിന്തിക്കുക, ദേവിയുടെ അടുത്ത് ചെന്ന് കുഞ്ഞുമായിട്ട് സംസാരിക്കുന്നതും ആഗ്രഹങ്ങളൊക്കെ പറയുന്നതും ഒക്കെ, നിനക്ക് നിൻ്റെ കുഞ്ഞിനെ എന്തായി കാണണമെന്ന ആഗ്രഹം, അതൊക്കെ നീ നിൻ്റെ കുഞ്ഞുമായിട്ട് പങ്കുവയ്ക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആനന്ദ് ഒരുപാട് സ്വപ്നങ്ങൾ ഇങ്ങനെ നെയ്ത് കൂട്ടുകയാണ് കുഞ്ഞുമൊത്തുള്ള സന്തോഷ നിമിഷങ്ങൾ ഒക്കെ. എന്നിട്ട് ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ റൂമിൽ ചെല്ലുമ്പം ദേവിയാണെങ്കിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവി കിടക്കുന്ന കാണുമ്പം തന്നെ ആനന്ദ് ദേവിയുടെ അടുത്തേക്ക് ചെന്ന് ദേവി ഉണരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പതിയെ ചെന്ന് പമ്മി ചെന്ന് വയറ്റിനോടടുത്ത് തല വെച്ച് സംസാരിക്കുവേ. എൻ്റെ കുഞ്ഞ് എന്തെടുക്കുക, ഞാൻ നിൻ്റെ അച്ഛനാടാ എന്നൊക്കെ ഇങ്ങനെ പറയണേ കേട്ടോ. അപ്പോൾ ദേവി കണ്ണ് തുറന്നാണേ പെട്ടെന്ന്. അപ്പോൾ കണ്ണ് തുറക്കുമ്പം ആനന്ദിൻ്റെ സംസാരമൊക്കെ ദേവി കേൾക്കുക. അപ്പോൾ ദേവിക്ക് ഒരുപാട് സന്തോഷമാവുക. ആനന്ദേട്ടൻ കുഞ്ഞിനോടും എന്നോടും ഒക്കെ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടല്ലോ, കുഞ്ഞിനോട് ഇത്രയും സ്നേഹമുള്ളപ്പം ആ പരിഗണന എന്നോടും ഉണ്ടാവുമല്ലോ എന്നൊക്കെ ദേവിയുടെ മനസ്സിലും തോന്നുവാണ് കേട്ടോ. അപ്പോൾ ആനന്ദ് ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവിക്ക് രാവിലെ ഉണ്ടായ ചെറിയ സങ്കടവും കൂടി മാറി കിട്ടുക. അപ്പോൾ ദേവി പെട്ടെന്ന് കണ്ണ് തുറന്ന് പയ്യെ എഴുന്നേക്കും. എന്നിട്ട് ചോദിക്കും, ആനന്ദേട്ടൻ എന്താ കുഞ്ഞാവയോട് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം പറയും, ഞാൻ എൻ്റെ കുഞ്ഞിനെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് എന്ന് പറയാം. അപ്പോൾ ദേവി പറയും, ആനന്ദേട്ടാ, ഈ കുഞ്ഞ് എന്തായാലും ആനന്ദേട്ടൻ്റെ സ്വഭാവത്തിലേ വളരത്തുള്ളൂ എന്ന് പറയാം. അവനെ നന്മയുള്ള കുട്ടിയാക്കി നമുക്ക് വളർത്തിയെടുക്കണം. അതെ, അവന് എല്ലാവരോടും സ്നേഹമായിരിക്കണം. ഇങ്ങനെ രണ്ടുപേരും തൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം കൃഷ്ണമംഗലത്ത് നിന്ന് വന്നിട്ട് നമ്മുടെ സുകന്യ നേരെ റൂമിൽ ചെല്ലും. അപ്പം മുഖത്തെല്ലാം ചൊറിഞ്ഞ് പാട് വീണു. അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കണ്ട ക്രീമൊക്കെ എടുത്ത് സുകന്യ മുഖത്തും ദേഹത്തും ഒക്കെ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ധർമ്മൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ ധർമ്മൻ നോക്കുമ്പം സുകന്യ മുഖം മുഴുവനും ക്രീമുകളൊക്കെ വാരി തേച്ച് നിൽക്കുന്ന കാണുമ്പം ധർമ്മൻ പെട്ടെന്ന് പേടിച്ചു പോകും. അയ്യോ, എൻ്റെ റൂമിലെ പ്രേതം, അയ്യോ ഓടി വരണേ എന്നും പറഞ്ഞ് ധർമ്മൻ അവിടുന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഓടും കേട്ടോ. അപ്പോൾ ധർമ്മൻ്റെ ഈ കാർച്ച ബഹളമൊക്കെ കാണുമ്പം മിത്രയും മീനാക്ഷിയും കൂടി ചെല്ലും. എന്ത് പറ്റും മാമൻ എന്തിനാ അലറി വിളിക്കുന്നേ എന്ന് മീനാക്ഷി ചോദിക്കും. ദേ, എൻ്റെ റൂമിൽ പ്രേതം, നിങ്ങളൊന്ന് പോയി നോക്കിക്കേ, നിങ്ങളുടെ റൂമിലൊന്നും ഇല്ലല്ലോ അല്ലേ, ദേ ഒരു വലിയൊരു പ്രേതം എൻ്റെ റൂമിൽ നിൽക്കുന്നുണ്ട്. അവൾ അവിടെ മുടി അഴിച്ചിട്ട് മുഖം മുഴുവൻ പാണ്ടും പിടിച്ചാണ് നിൽക്കുന്നത്, കണ്ടാൽ തന്നെ പേടിയാകും എന്നൊക്കെ പറയാം. മാമൻ ഇത് എന്തൊക്കെയായി പറയുന്നത്, മാമിൻ്റെ റൂമിൽ പ്രേതമോ, അവിടെ ഇപ്പം ആരാ പ്രേതം വന്ന് നിൽക്കാൻ എങ്ങനെയാ എന്നൊക്കെ അപ്പം മിത്ര ചോദിക്കും. അപ്പം മീനാക്ഷി പറയും, മാമന് തോന്നിയതായിരിക്കും, എൻ്റെ ഒരു തോന്നലും അല്ല, നിങ്ങളൊന്ന് ചെന്ന് നോക്കിക്കേ, എൻ്റെ റൂമിൽ ശരിക്കും പ്രേതമുണ്ട്, ഞാൻ കണ്ടിട്ട് തന്നെ എന്ന് പറയുവേ. അപ്പം പെട്ടെന്ന് സുകന്യ അങ്ങോട്ട് വരിക. സുകന്യയുടെ കോലമെല്ലാം കാണുമ്പോഴത്തേക്കും മിത്രയ്ക്കും മീനാക്ഷിക്കും ചിരി വരിക. ഇതാണോ മാമൻ പറഞ്ഞ പ്രേതം, ഇതേ സുകന്യേച്ചേ എന്ന് പറയാം. അപ്പം സുകന്യയോ, നീ എന്താ ഈ കോലത്തിൽ എന്ന് ധർമ്മൻ ചോദിക്കും. അത് ഒന്നുമില്ല എന്ന് പറയാം. അല്ല സുകന്യേച്ചി, ഇതെന്തിനാ മുഖത്തല്ല ഇത്രയും ക്രീം വാരി തേച്ചിരിക്കുന്നേ, ഇതെന്ത് പറ്റി, മുഖമൊക്കെ ആകെ വിളറിയിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുക. ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ തേക്കാറുള്ളത് ഇടയ്ക്കൊക്കെ എന്ന് പറയുകയാണേ. എന്നാലും സുകന്യേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ദേഹമൊക്കെ നല്ലതായിട്ട് ചുമന്നാ കിടക്കുന്നേ എന്ന് പറയാം. അതൊന്നുമില്ല എന്ന് പറയാണ്. അല്ല, മഞ്ഞൾ വെള്ളത്തിൽ കുളിച്ചിട്ട് സുകന്യേച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക. നല്ല സുഖമായിരുന്നു എന്നപ്പം സുകന്യ പറയണം കേട്ടോ. നിങ്ങൾ തന്നെ ആ മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ക്രീമൊക്കെ വാരി തേച്ചിരിക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല. അതൊക്കെ തേക്കുന്ന ദേഹത്തിന് കൊള്ളത്തില്ല മഞ്ഞൾ വെള്ളത്തിൽ കുളിക്കുന്നൊന്നും. അതുകൊണ്ട് ക്രീമുകളൊക്കെ തേച്ച് ഞാൻ എൻ്റെ ശരീരത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നോക്കുക. കാരണം മഞ്ഞൾ വെള്ളത്തിൽ കുളിച്ചതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ എനിക്കിനി ഉണ്ടാകാൻ പോകണമെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പം ധർമ്മം പറയും, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിൻ്റെ ജലദോഷം തുമ്മലൊക്കെ ഇപ്പോൾ
പോയില്ലേ, മഞ്ഞൾ എന്നാൽ ഒന്നാന്തര ഔഷധ സസ്യമാണ്. അത് ദേഹത്ത് പറ്റുന്നു കരുതി നിന്റെ സൗന്ദര്യത്തിന് ഒരു കോട്ടവും വരത്തില്ല. നീ ഇപ്പം ഈ വലിച്ചു വാരി ദേഹത്ത് തെച്ചിരിക്കുന്ന ക്രീമുകൾ കാരണം നിനക്ക് പ്രശ്നം ഉണ്ടാകാതിരുന്നാൽ മതി. ഇപ്പം തന്നെ കണ്ടോ നിന്റെ മുഖമൊക്കെ ആകെ വിളറി വെളുത്തായിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ ക്രീമുകളൊക്കെ നീ ദിവസം യൂസ് ചെയ്യുന്നത് കൊണ്ടാ. നീ കുറച്ച് മഞ്ഞൾ അരിച്ചെന്ന് ദേഹത്ത് തേച്ച് നോക്കിക്കേ, നിന്റെ ചർമ്മമൊക്കെ നല്ല മിന്നിത്തിളങ്ങും സ്വർണം പോലെ എന്നൊക്കെ ധർമ്മം പറയൂ കേട്ടോ. അപ്പം സുഗനിക്ക് നല്ല ദേഷ്യം വരുമോ? അയാളുടെ ഒരു മഞ്ഞൾ വെള്ളം എന്നും പറഞ്ഞാൽ മനസ്സിൽ ധർമ്മനെ ചീത്ത വിളിക്കുകയാണ് കേട്ടോ. അതേസമയം കടയിൽ ബാലനാണെങ്കിൽ ആകാശിനെ വെയിറ്റ് ചെയ്ത് മടുക്കും. എന്നിട്ട് നമ്മുടെ ബാലൻ തന്നെ നേരെ പച്ചക്കറികളൊക്കെ ആയിട്ട് ഹോട്ടലിലേക്ക് പോവുക ചെയ്യുന്നത്. അപ്പം ഡീലറെ കാണാനും പറ്റുന്നില്ല. അപ്പം തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും ആകാശം വരും. ആകാശിനെ കണ്ടു കഴിയുമ്പോൾ ബാലന് നല്ല ദേഷ്യം വരിക. അപ്പം രാമേട്ടൻ ചോദിക്കുന്നുണ്ട്, എടാ ആകാശേ നീ എന്താ ഇത്ര താമസിച്ചേ എന്നൊക്കെ ചോദിക്കുക. അത് എനിക്ക് 1-2 കാര്യം ഉണ്ടായിരുന്നു രാമേട്ട, അതാ താമസിച്ചെന്ന് പറയാൻ കേട്ടോ. അപ്പം ബാലൻ പറയും, നീ ഇത്ര നേരം എവിടെയായിരുന്നടാ? നീ എന്നെ മനഃപൂർവ്വം കളിയാക്കിയ പോലെ ആയിപ്പോയല്ലോ. ഇവന് ഒരു തിരക്കും ഉണ്ടാവില്ല രാമേട്ട, വെറുതെയാ. ഈ ഗോമതി സ്റ്റോഴ്സ് ബാലിനെ ഒന്ന് അപമാനിക്കണം, അതിനോരോ കാരണങ്ങൾ തപ്പി നടക്കുമല്ലേ. ഇപ്പൊ തന്നെ എല്ലായിടത്തും ഞാൻ തന്നെ പോയി കഷ്ടപ്പെടട്ടെ എന്ന് കരുതി മനഃപൂർവ്വം ഇവൻ വരാത്തത് തന്നെയാ. ഇല്ല ബാല, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അവന് തിരക്കായിരുന്നെന്ന് പറഞ്ഞില്ലേ, അവൻ അവിടുന്ന് വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നേക്കും, അതുകൊണ്ടാ. രാമേട്ടനും കൂടി ഇവനെ ന്യായീകരിക്കരുത്. ഇവന് ഇവിടെ ജോലി ചെയ്യുന്നതും എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നതും ഒക്കെ കുറച്ചില്ല, അത് തന്നെയാ കാരണം എന്ന് പറയാം. അപ്പം ആകാശ്, അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നേ? ഹോ, ഞാൻ നിന്റെ അച്ഛനാണെന്നുള്ള ബോധമൊക്കെ നിനക്കുണ്ടോ എന്ന് ചോദിക്കുക. എത്ര തവണ നിന്നെ ഞാൻ വിളിച്ചടാ, എല്ലായിടത്തും ഓടി നടക്കാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് നിനക്കും അറിയത്തില്ലേ. ഇന്ന് ഡീലറെ കാണേണ്ട ദിവസമാണ്, അതും നിനക്കറിയാവുന്ന കാര്യമല്ലേ. നീ ഒറ്റ ഒരുത്തൻ കാരണം ഇന്ന് എനിക്ക് ആ ഡീലറിൻ്റെ അടുത്ത് പോകാനും പറ്റിയില്ല. നീ ചെയ്യേണ്ട ജോലിയും കൂടി ഞാനാ ഇന്ന് ചെയ്തത്. നിനക്ക് ഈ കടയിൽ വരാനും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ മടിയാണെങ്കിൽ ഇനി നീ ഇങ്ങോട്ട് വരണമെന്നില്ല എന്ന് പറയാം. അപ്പം രാമേട്ടൻ ചോദിക്കും, ഇത് എന്തൊക്കെയാ ബാല നീ ഈ പറയുന്നേ? അവനും എന്തെങ്കിലും തിരക്കുകൾ കാണും, അതുകൊണ്ടാവാം അവൻ വരാത്തതെന്ന് പറഞ്ഞില്ലേ. അതിന് രാമേട്ടൻ അവനെ ന്യായീകരിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ. ഇവൻ ഈ കടയിൽ വന്നിരിക്കുന്നതും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതുവേ പുച്ഛവാ, അതുകൊണ്ട് തന്നെയാണ് ഇവനിങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടിക്കൊണ്ട് നടക്കുന്നത് എന്ന് പറയാം. അപ്പം ആകാശനും ദേഷ്യം വരും. അതെ, അങ്ങനെ തന്നെയാണെന്ന് അച്ഛൻ കരുതിക്കോ, അല്ലാതെ ഞാൻ സത്യം പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കാനൊന്നും പോകുന്നില്ലല്ലോ എന്ന് ചോദിക്കാം. എന്നോട് ദേഷ്യപ്പെടാനും വാക്കുകൾ തർക്കിക്കാനും നിനക്ക് നല്ല കഴിവാണ് ണല്ലോ. ഈ കഴിവിൻ്റെ 10-1 ഈ കടയിൽ ഉപയോഗിച്ചാൽ ഈ കടയ്ക്ക് നല്ലതല്ലേ വരത്തുള്ളൂ എന്ന് ചോദിക്കാം. നിനക്കിനി ഇവിടെ കട വരാനും ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനും മടിയാണെങ്കിൽ ഇനി നീ വരണമെന്നില്ല, നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം എന്നും കുറച്ച് ദേഷ്യത്തോടു കൂടി തന്നെ ബാലൻ പറയാം. അത് കേൾക്കുമ്പോൾ ആകാശിന് ആകെപ്പാടെ നാണക്കേട് പോലെ തോന്നുകയാണ് കേട്ടോ. ആകാശ് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോവാം. അപ്പം രാമേട്ടൻ ആകാശിനെ പിന്നാലെ ചെന്ന് വിളിക്കും. എടാ ആകാശേ, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞെന്നും കരുതി നീ എങ്ങോട്ടാ ഈ പിണങ്ങി പോകുന്നേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ബാലൻ പറയും, അവനെ വിളിക്കണ്ട രാമേട്ട, അവൻ പോട്ടെ. ഈ ഗോമതി സ്റ്റോഴ്സ് ബാലൻ ആരെയും കണ്ടിട്ടല്ല ഇവിടെ ജീവിച്ചു തുടങ്ങിയത്. ഈ കട ഞാൻ തുടങ്ങിയതും ഇവരെ ആരെയും കണ്ടിട്ടല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ. എനിക്ക് ഇത്രയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാര്യം എനിക്ക് തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയണം. എന്നാലും എന്തിനാ ബാല നീ അത്ര ദേഷ്യപ്പെട്ടൊക്കെ പറഞ്ഞത്? പിന്നെ രാമേട്ടനും കണ്ടതല്ലേ, നമ്മൾ എത്ര നേരം അവനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരുന്നു. 1-2 മണിക്കൂറാണോ, 3 മണിക്കൂറോളം ഞാൻ എൻ്റെ സമയം കളഞ്ഞിവിടെ ഇരുന്നില്ലേ. അവൻ മനഃപൂർവ്വം ചെയ്ത് കൂട്ടുന്നതാ. എനിക്കറിയാം അവൻ്റെ മനസ്സിൽ എന്തൊക്കെയാണെന്ന്. അവൻ്റെ ഒരാഗ്രഹങ്ങളും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ബാലൻ ഇങ്ങനെ മനസ്സിൽ പറയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ആകാശന് ഒരുപാട് സങ്കടം വരികയാണ്. അപ്പം അച്ഛൻ ഇങ്ങനെയൊക്കെ തന്നെ അപമാനിച്ച് സംസാരിച്ചതും തനിക്കൊരു വില തരാത്തതും ഒക്കെ ആകാശന് ഒരുപാട് സങ്കടം ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ആകാശ് തൻ്റെ സങ്കടങ്ങൾ മറക്കാനായിട്ട് നന്നായിട്ട് മദ്യപിച്ചാണ് കേട്ടോ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതൊക്കെ. അപ്പം വീട്ടിലൊക്കെ കയറുമ്പം നമ്മുടെ ആകാശിൻ്റെ ഈ കോലമൊക്കെ കാണുമ്പം തന്നെ മീനാക്ഷിക്കും ഗോമതിയൊക്കെ ഒരുപാട് സങ്കടം വരിക, എല്ലാവർക്കും സങ്കടം വരികയാണ് കേട്ടോ. അപ്പോൾ ഗോമതി ഓടിച്ചെന്ന് ചോദിക്കും, ഇത് എന്ത് കോലമാടാ, നീ എന്താ ഇങ്ങനെ വന്നേ എന്ന് ചോദിക്കുക. ഓ, അമ്മയ്ക്ക് എന്നെ കാണുന്നുണ്ടല്ലേ, അല്ല ഞാനിവിടെ ആർക്കും വേണ്ടാത്ത ഒരുത്തനാണല്ലോ എന്നൊക്കെ ആകാശ് പറയാം. അപ്പം ഗോമതി ചോദിക്കും, നീ എന്തൊക്കെയായി പറയുന്നത്? നിന്നെ ഇവിടെ ആർക്കാ വേണ്ടാത്തത്? നിനക്ക് ഇങ്ങനത്തെ ശീലങ്ങളൊന്നും ഉണ്ടായിരുന്നേ അല്ലല്ലോ. അച്ഛൻ ഇപ്പം തന്നെ വരും, എന്തൊക്കെ പ്രശ്നം ഇവിടെ ഉണ്ടാവുമോ? വരട്ടെ, ഗോമതി സ്റ്റോഴ്സ് ബാലൻ ഇവിടെ വന്നിട്ട് 2 വർത്താനം എനിക്ക് പറയാനുണ്ട് എന്ന് പറയാം. ആകാശേ, നീ എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മീനാക്ഷി വരിക. ഓ, എൻ്റെ മീനൂട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്ക് എൻ്റെ ദുഃഖങ്ങളൊന്നും അറിയണ്ടല്ലോ. നിനക്കും ആ ഗോമതി സ്റ്റോഴ്സ് ബാലനെ മതിയല്ലോ. ബാലൻ്റെ കണ്ണ് നിറയാതെ നീയും നോക്കുള്ളൂ, അല്ലാതെ ഈ ആകാശിൻ്റെ സങ്കടം കാണാനൊന്നും ഇവിടെ ഒരുത്തിയില്ല എന്നും പറഞ്ഞ് ആകാശ് കരയും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി.